ഹലോ ഡിയർ സ്റ്റുഡൻസ്, എക്സൽ കോഴ്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഞാൻ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എക്സലിലുള്ള ടേബിൾ ഫീച്ചറിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എക്സലിൽ ടേബിൾ എന്ന് പറയുന്ന ഫീച്ചർ ഉണ്ട്. ഇവിടെ നിങ്ങൾക്കൊരു ഡാറ്റ സെറ്റ് കാണുന്നുണ്ടാവും. ടേബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒന്നാമത്തെ ഡാറ്റ സെറ്റും കാണുന്നുണ്ടാവും. ടേബിൾ എന്ന് കൊടുത്തിട്ടുള്ള രണ്ടാമത്തെ ഡാറ്റ സെറ്റും കാണുന്നുണ്ടാവും. നോക്കിയേ, ഇത് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുന്ന സമയത്ത് ടേബിൾ ആണെന്ന് തോന്നിക്കുമെങ്കിലും പക്ഷെ ഇത് ആക്ച്വലി എന്തല്ല, ടേബിൾ അല്ല. എക്സലിൽ ടേബിൾ എന്ന് പറഞ്ഞിട്ട് വേറൊരു ഫീച്ചർ തന്നെ ഉണ്ട്. ഓക്കെ, സോ ടേബിൾ എന്ന് പറയുന്ന ഫീച്ചർ നമുക്ക് ഈ ഒരു ഡാറ്റേനെ ടേബിളിലേക്ക് കൺവേർട്ട് ചെയ്താൽ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. ഓക്കെ, അതെങ്ങനെയാണ് നമുക്ക് ഒരു ഡാറ്റ സെറ്റിനെ ടേബിളിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഇത് പ്രത്യക്ഷത്തിൽ കണ്ട ഈ രണ്ട് ടേബിൾ നമുക്ക് ടേബിൾ ആണെന്ന് തോന്നും, പക്ഷേ എക്സലിൽ ഇതല്ല ടേബിൾ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഈ ഡാറ്റ സെറ്റുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടേബിളുകളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ എങ്ങനെയാണ് ഒരു ഡാറ്റ സെറ്റിനെ നമുക്ക് ടേബിളിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഞാൻ എന്ത് ചെയ്യുന്നു, ഒന്നാമത്തെ ഡാറ്റ സെറ്റ് സെലക്ട് ചെയ്യുന്നു. ഒന്നാമത്തെ ഡാറ്റ സെറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഇൻസേർട്ട് ടാബിലാണ് ടേബിൾ എന്ന് പറയുന്ന ഫീച്ചർ ഉള്ളത്. ഇൻസേർട്ട് ടാബിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇൻസേർട്ട് ടാബിൽ ടേബിൾസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ടേബിൾ എന്ന് പറഞ്ഞിട്ടൊരു ടൂൾ കാണാൻ പറ്റും നിങ്ങൾക്ക്. അതിൽ ക്ലിക്ക് ചെയ്യുക. നോക്കിയേ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ബോക്സ് വരും. എന്നിട്ട് ഇവിടെ ഒരു ചോദിക്കുന്നുണ്ട് ഇങ്ങനെ, വേർ ഇസ് ദ ഡാറ്റ ഫോർ യുവർ ടേബിൾ. വേർ ഇസ് ദ ഡാറ്റ യുവർ ടേബിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടേബിളിന് ആവശ്യമായിട്ടുള്ള റേഞ്ച് അതാണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മളൊരു ഡാറ്റ സെറ്റിനെ ടേബിളിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ആ ഡാറ്റ സെറ്റിന് ഹെഡിങ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ഓക്കെ, ഇവിടെ തൊട്ട് താഴെ എന്ത് വന്നിട്ടുണ്ട്, മൈ ടേബിൾ ഹാസ് ഹെഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് ടിക്കായിട്ട് വന്നിട്ടുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ഓക്കെ ക്ലിക്ക് ചെയ്യുക. നോക്കിയേ, ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ കണ്ടോ ഈ ഒരു ഡാറ്റ സെറ്റ് എന്തിലേക്ക് കൺവേർട്ട് ആയിട്ടുണ്ട്, ടേബിളിലേക്ക് കൺവേർട്ട് ആയിട്ടുണ്ട്. നോക്കി, ടേബിളിലേക്ക് കൺവേർട്ട് ചെയ്ത സമയത്ത് ഓരോ ഹെഡിങ്സിൻ്റെയും മുകളിൽ എന്ത് വന്നിട്ടുണ്ട്, ഫിൽറ്ററിൻ്റെ ഒരു ഓപ്ഷൻ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട് അല്ലേ. എനിക്കിപ്പോൾ പിന്നെ കാറ്റഗറി എന്ന് പറയുന്ന കോളത്തിൽ ഫ്രൂട്ട്സിൻ്റെ മാത്രമേ ഡീറ്റെയിൽസ് കിട്ടേണ്ടതുള്ളൂ എങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രോപ്പ് ഡൗൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ആൾ അൺടിക്ക് ചെയ്തിട്ട് ഫ്രൂട്ട് മാത്രം ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ ഫ്രൂട്ടിൻ്റെ മാത്രം എന്ത് ചെയ്യും, റിസൾട്ട് എനിക്ക് കിട്ടും. അപ്പോൾ ഒരു ഡാറ്റ സെറ്റിനെ ടേബിളിലേക്ക് കൺവേർട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഒന്നാമത്തെ ബെനിഫിറ്റ് എന്താ, ഫിൽറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ ഡിഫോൾട്ടായിട്ട് ആ ടേബിളിൻ്റെ കൂടെ അലൈൻ ചെയ്തിട്ട് നമുക്ക് കിട്ടും. ഇനി ഫിൽറ്റർ ചെയ്ത ഓപ്ഷൻ ക്ലിയർ ചെയ്യാൻ എന്താ ചെയ്യുക, എവിടെയാണോ ഫിൽറ്റർ ചെയ്തത് ആ ഡ്രോപ്പ് ഡൗൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ക്ലിയർ ഫിൽറ്റർ ഫ്രം കാറ്റഗറി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, പഴയ പോലെ ടേബിൾ കിട്ടുകയും ചെയ്യും. ഇനി ഈ ടേബിളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടേബിളിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം ഇവിടെ നോക്കിയപ്പോൾ നമുക്ക് അവസാനമുള്ള ടാബ് ഏതാണ്, ഹെൽപ്പാണ് അല്ലേ. ഇനി ഞാൻ ടേബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടേബിളുമായി ബന്ധപ്പെട്ട് ഒരു അഡീഷണൽ ആയിട്ടുള്ള ടാബ് ഓപ്പൺ ആയിട്ട് വരും. ഏതാണ്, ടേബിൾ ഡിസൈൻ. ടേബിൾ ഡിസൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടേബിൾ സ്റ്റൈൽ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നമ്മളിപ്പോൾ നോക്കിയേ, നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള ഡിസൈൻ എന്ത് ചെയ്യാൻ പറ്റും, ഈ ടേബിളിന് കൊടുക്കാൻ പറ്റും. ഇവിടെ ഡ്രോപ്പ് ഡൗൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഓഫ് എന്ത് കിട്ടും, ടേബിൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇഷ്ടമുള്ളൊരു ടേബിൾ ഡിസൈൻ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു ടേബിൾ സ്റ്റൈൽ എടുത്തു, ക്ലിക്ക് ചെയ്തു. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഇൻസേർട്ട് ചെയ്ത ടേബിളിൻ്റെ സ്റ്റൈൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടേബിൾ ഡിസൈൻ എന്ന് പറയുന്ന ടേബിൾ സ്റ്റൈൽസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് ടോട്ടൽ റോ എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് ടേബിളുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നുണ്ട്. ഇവിടെ നോക്കി, ഞാൻ ഈ ടേബിളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അഡീഷണൽ ആയിട്ട് ഓപ്പൺ ആയിട്ട് വരുന്ന ടേബിൾ ഡിസൈൻ എന്ന് പറയുന്ന ടാബിൽ ടേബിൾസ് ആൻഡ് സ്റ്റൈൽസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ടോട്ടൽ റോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. കണ്ടോ നിങ്ങൾ, അതിൽ പിന്നെ ടോട്ടൽ റോ അൺടിക്കായിട്ടാണ് കിടക്കുന്നത് അല്ലേ. ഞാൻ ടോട്ടൽ റോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടേബിളിൻ്റെ തൊട്ട് താഴെ എനിക്ക് ടോട്ടൽ റോ ഫീച്ചേഴ്സ് വരും. അപ്പോൾ ഞാൻ ടോട്ടൽ റോയിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നോക്കിയാൽ ടോട്ടൽ റോയിൽ ക്ലിക്ക് ചെയ്ത സമയത്ത് എന്ത് ചെയ്തു, പിന്നെ ടോട്ടൽ ഓട്ടോമാറ്റിക്കലി എനിക്ക് എന്ത് തന്നു, എക്സൽ ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്ത് തന്നു. ഓക്കെ,
ഇനി ഞാൻ ഈ ഡ്രോപ്പ് ഡൗൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഫംഗ്ഷൻസ് കാണാൻ പറ്റുന്നുണ്ടാവും. ആവറേജ്, കൗണ്ട്, മാക്സ്, മിന്ന്, സമ്മ്. ഇനി ഞാനിത് ഇവിടെ ആവറേജ് ആണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ആ ക്വാണ്ടിറ്റി കോളത്തിൻ്റെ ആവറേജ് എനിക്ക് എന്ത് ചെയ്ത് തരും? എക്സൽ കണ്ടെത്തി തരും. ഇനി ഞാനിവിടെ ക്ലിക്ക് ചെയ്തിട്ട് മാക്സിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഈ ക്വാണ്ടിറ്റി കോളത്തിലെ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ എനിക്ക് എന്ത് ചെയ്ത് തരും? എക്സൽ ടേൺ ചെയ്ത് തരും. ഇനി ഞാൻ ഈ ഡ്രോപ്പ് ഡൗൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ മിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡാറ്റാ സെറ്റിലെ ക്വാണ്ടിറ്റി എന്ന് പറയുന്ന കോളത്തിലെ ഏറ്റവും മിനിമൽ ആയിട്ടുള്ള എമൗണ്ട് എനിക്ക് എന്ത് ചെയ്ത് തരും? കണ്ടെത്തി തരും. ഈ ഒരു ഫീച്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടോട്ടൽ റോ ഫീച്ചർ എന്ന് പറയും. അപ്പോൾ ടേബിൾ ഇങ്ങനെ ഡാറ്റാ സെറ്റിനെ ടേബിളിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള അഡ്വാൻറ്റേജ് എന്തുണ്ട്? എക്സൽ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരും. ഇവിടെ നോക്കി ഇതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ടേബിൾ നോക്കാം. ഈ രണ്ടാമത്തെ ടേബിളിൽ ഡേറ്റ് കോൾ ഉണ്ട്, പ്രൊഡക്റ്റ് കോൾ ഉണ്ട്, ക്വാണ്ടിറ്റി സോൾഡ് കോൾ ഉണ്ട്, സെയിൽസ് വാല്യൂ ഉണ്ട്. ഞാൻ എന്ത് ചെയ്തു? ടേബിളിലേക്ക് നമുക്കൊരു ഡാറ്റാ സെറ്റിനെ ടേബിളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട പരിപാടി എന്താ? ആ റേഞ്ച് മൊത്തം എന്ത് ചെയ്യുക? സെലക്ട് ചെയ്യുക. ടേബിൾ കിടക്കുന്ന റേഞ്ച് മൊത്തം സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇൻസേർട്ട് ടാബിൽ പോവുക. അതിനുശേഷം ടേബിൾ എന്ന് പറയുന്ന ടൂളിൽ ക്ലിക്ക് ചെയ്യുക. ഇനി എന്ത് ചെയ്യുക? ഓക്കെ അടിക്കുക. ഇപ്പോൾ എന്തായി? ഈ ഒരു രണ്ടാമത്തെ ഡാറ്റാ സെറ്റ് ടേബിളിലേക്ക് കൺവേർട്ടായി. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസൈനിങ് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഡിസൈൻ ടേബിൾ സ്റ്റൈൽസിൽ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഡിസൈൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റി കൊടുക്കാൻ പറ്റും. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു? ഡിസൈൻ ചേഞ്ച് ചെയ്തു. ഇനി പിന്നെ എനിക്ക് 4th ഒക്ടോബറിൽ നടക്കുന്ന സെയിൽസിൻ്റെ മാത്രം ഡീറ്റെയിൽസ് ആവശ്യമുള്ളെങ്കിൽ ഞാനിവിടെ ഡേറ്റ് എന്ന് പറയുന്ന ഹെഡിങ്സിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിൽ വന്നിരിക്കുന്ന ഡ്രോപ്പ് ഡൗൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ആൾ ടിക്ക് ചെയ്തിട്ട് 4th ക്ലിക്ക് ചെയ്തിട്ട് 4th ഒക്ടോബറിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ ഒക്ടോബർ മാസത്തിലെ സെയിൽസിൻ്റെ മാത്രം എനിക്ക് ഡീറ്റെയിൽസ് കിട്ടും. ഓക്കെ, ഇങ്ങനെ എന്ത് ചെയ്യാണ്ട് ഫിൽറ്റർ ചെയ്യുന്ന ഓപ്ഷൻ നമുക്ക് ടേബിൾ ഇൻസേർട്ട് ചെയ്താൽ കിട്ടും. ഇനി അത് ക്ലിയർ ഫിൽറ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പഴയ പോലെ കിട്ടും, പഴയ പോലത്തെ ടേബിൾ തന്നെ കിട്ടും. ഇനി ടേബിളിൽ ക്ലിക്ക് ചെയ്തിട്ട് ടേബിൾ ഡിസൈനിൽ ക്ലിക്ക് ചെയ്തിട്ട് ടേബിൾ സ്റ്റൈൽ ഓപ്ഷനിൽ ടോട്ടൽ റോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിയേ, ടോട്ടൽ റോ എന്ന് പറയുന്ന അഡീഷണൽ റോ നമുക്ക് ചെയ്ത് തന്നിട്ടുണ്ട്, എക്സൽ ഇൻസേർട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി സെയിൽസ് വാല്യൂൻ്റെ ടോട്ടൽ ഇവിടെ എന്ത് ചെയ്തു? ഓട്ടോമാറ്റിക്കലി കണ്ടെത്തി തന്നു. ഇനി സെയിൽസ് വാല്യൂൻ്റെ ആവറേജ് കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? ഈ പിന്നെ 40,529 തൊട്ടടുത്ത് കിടക്കുന്ന ഡ്രോപ്പ് ഡൗൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ആവറേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെയിൽസ് വാല്യൂൻ്റെ ആവറേജ് എന്ത് ചെയ്ത് തരും? എക്സൽ നമുക്ക് കണ്ടെത്തി തരും. ഇനി സെയിൽസിലെ ഏറ്റവും ഹയസ്റ്റ് സെയിൽസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഡ്രോപ്പ് ഡൗൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, ദെൻ മാക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെയിൽസിലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് സെയിൽസ് നമുക്ക് എക്സൽ പിക്ക് ചെയ്ത് തരും. ഓക്കെ, ഈ ഒരു ഫീച്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ടേബിൾ ഫീച്ചർ. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തത്? എക്സലിൽ എങ്ങനെയാണ് ടേബിൾ ഇൻസേർട്ട് ചെയ്യുക, അതുപോലെ ടോട്ടൽ റോ ഫീച്ചറിനെ പറ്റി നമ്മൾ എന്ത് ചെയ്തു? ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.